ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രശ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു വെരി ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി പ്ലം കേക്കാണ്. സ്വാദിഷ്ടമായ പ്ലം കേക്ക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ റെസിപ്പിയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. വേണ്ട സാധനങ്ങൾ, ഇതിപ്പോൾ ഗ്രേപ്പ് ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രേപ്പ് ജ്യൂസ്, ഒരു അര ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരി, ചെറീസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പഞ്ചസാര ആവശ്യത്തിന്. ഗ്രേപ്പ് ജ്യൂസിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. ചെറീസ്, മുന്തിരി, ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ആ ചെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറീസും മുന്തിരിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ആ ഗ്രേപ്പ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് 1 മണിക്കൂറത്തേക്ക് നമുക്ക് നല്ലോണം യോജിപ്പിച്ച് ഇളക്കി മാറ്റി വെക്കേണ്ടതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്രാൻബെറീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്രാൻബെറീസ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ക്രാൻബെറീസും ഗ്രേപ്സും ചെറീസും കൂടി നമുക്ക് ഈ ഫ്രൂട്ട് ജ്യൂസിൽ കുറച്ച് നേരത്തേക്ക് 1 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഒരു ഇഡ്ഡലി കുക്കർ ഞാൻ ചൂടാകാൻ വെച്ചു. അതിൻ്റെ മുകളിൽ അകത്ത് ഇതുപോലെ ഒരു പാത്രം കമത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചെറീസും മുന്തിരിയും എല്ലാം 1 മണിക്കൂർ അതിനകത്ത് നല്ലവണ്ണം ആ ഗ്രേപ്പ് ജ്യൂസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. പഞ്ചസാരയിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് ആ ഗ്രേപ്പ് ജ്യൂസും ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് ചെറീസും മുന്തിരിയും ക്രാൻബെറിയും കൂടി ബൗളിലേക്ക് മാറ്റി അതിലേക്ക് പൊടിച്ച പഞ്ചസാര, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇത്രയും കൂടി ചേർത്ത് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്ത് നല്ലോണം നമ്മളിപ്പോൾ ഇളക്കുവാണ്. നല്ലോണം എല്ലാം യോജിപ്പിച്ച് ചേർക്കുക. അതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടി അടിച്ചു ചേർത്തു. നല്ലവണ്ണം എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം യോജിപ്പിച്ച് ചേർത്താൽ മാത്രമേ ആ കേക്കിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം ഇതുപോലെ യോജിപ്പിച്ച് ചേർക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഇനി നമുക്ക് ആവശ്യം 1.5 കപ്പ് മൈദാമാവ്, അതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് വെച്ച് അരിച്ചെടുക്കാം.
ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇളക്കി ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന മൈദാമാവും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി പതിയെ ആഡ് ചെയ്ത് നമുക്ക് മൈദാമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. നല്ലവണ്ണം യോജിപ്പിച്ച് ചേർത്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി വരേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തു. അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കേണ്ടതുണ്ട്. അതിലെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ തട്ടി കൊടുത്തതിന് ശേഷം നമുക്കതിനെ ആ ഇഡ്ഡലി കുക്കറിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊരു 30-40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബേക്കായി കിട്ടും. 30-40 മിനിറ്റിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സ്ക്യൂവർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പ്ലം കേക്ക് ഇപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കട്ട് ചെയ്ത് ഒരു പീസ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സ്വാദേറിയ പ്ലം കേക്ക് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ.